ആ ഗോപി, നീ എപ്പോ വന്നടാ? എനിക്കന്ന് രാത്രിയിലെ ഞാനോട് വരാമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പോ സഖാവ് നായനാരുടെ പ്രസംഗം കേൾക്കാൻ നീ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇതിലെന്താ താല്പര്യം? ഹേയ്, അങ്ങനെയല്ല. നായനാരുടെ പ്രസംഗം സാധിക്കുമെങ്കിൽ ഞാൻ മിസ് ചെയ്യില്ല. നിങ്ങളുടെ വരട്ട് കമ്മ്യൂണിസം മാത്രമല്ല, നേരിട്ട് ഉള്ളിന്ന് വരണത്. പോടാ പോടാ. അപ്പൊ നാളെ കാണില്ലേ? നാളെ ഉറപ്പായിട്ടും കാണും. പോട്ടെ. ആ പെണ്ണിന്റെ കല്യാണത്തിന് ശേഷം അവൻ തീരെ നാട്ടിൽ വരാതായി. അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ് അവൻ പിന്നെ വന്നത്. ആ എടാ ഗോപി. ആ, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, അതാ വന്നത്. ഓ, ഞാൻ അറിഞ്ഞില്ല. ആ വഴിക്ക് പോയിട്ട് കുറേ ആയി. അമ്മയ്ക്ക് എന്താണ്? പ്രായത്തിൻ്റെ ഒക്കെ തന്നെ. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ കുറച്ചെല്ലാം ആയുർവേദമൊക്കെ ആയിട്ടിങ്ങനെ. നീ ഇപ്പോൾ എവിടുന്നാ വരുന്നത്? ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്ന്. എന്താ നിന്റെ നെറ്റിയിൽ? ഓ, അതൊന്ന് വീണതാ, കുറേ ആയി. ഞാനും വീട്ടിലേക്കുണ്ട്. എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണാം. എവിടെ ബെഡ് പാൻ? ആണിനോ പെണ്ണിനോ? എൻ്റെ അമ്മയ്ക്ക് അടവും. എന്തത്? അത് 2 ലാർജ്. ഏയ്, എനിക്ക് വേണ്ട. ഇപ്പോഴും കഴിക്കൂല? ഇല്ല. എന്നൊന്നു മതി. ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്ന് ആഗോള സഖാക്കൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടും ഈ ലോക്കൽ സഖാവിന് യാതൊരു മാറ്റവും ഇല്ല. മാഷ് എന്താ കല്യാണം കഴിക്കാത്തെ? അപ്പൊ താനോ? ഞാൻ മാഷ് കെട്ടിയിട്ട് കെട്ടാന്ന് കരുതിയിരിക്കുക. അവൻ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, രൂപത്തിലും ഭാവത്തിലും പഴയ ആ സ്നേഹം. അതിപ്പോ വാ. അമ്മ മരിച്ചപ്പോൾ അവൻ അതുവരെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു. ഞാനിനി കേരളം വിട്ട് എവിടെയും പോകണില്ല. കുറേ കാലം അലഞ്ഞു നടന്നു. പക്ഷേ ഒരുപാട് മനുഷ്യരെ കണ്ടു, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായരാ. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം.